وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. വിശുദ്ധ റമളാൻ ഗുണകരമായി സാക്ഷിയാകുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ ഖായിമീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മുസ്ലിമായി സന്തോഷത്തോടെ കണ്ണടക്കുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ എന്ന ബാബിലൂടെ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിൽ കിടക്കുന്നവരുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരാണ്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശമനം നൽകുമാറാവട്ടെ. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, കടത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കൂടുതൽ റഹ്മാനായ റബ്ബിലേക്ക് അടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ 82-ാമത്തെ സൂറത്തുൽ ഇൻഫിത്വാറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. 16 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 3 ആയത്തുകളാണ് ബാക്കിയുള്ളത്. ഈ സൂറത്തിന്റെ അവസാനത്തിൽ നാം പഠിച്ചത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ അബ്റാറുകളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട്, അവർ അനുഗ്രഹത്തിലായിരിക്കും എന്ന് നാം മനസ്സിലാക്കി. ആരാണ് അബ്റാറുകൾ എന്ന് നാം പഠിച്ചു. എന്നാൽ അതിൻ്റെ നേർ വിപരീതമായ ഫുജാറുകൾ, ദുർമാർഗികൾ, തമ്മാടികൾ, അവർക്ക് ജഹീമായിരിക്കും, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയായിരിക്കും ഉണ്ടാവുക എന്നും യസ്ലൗനഹാ യൗമദ്ദീൻ, യൗമദ്ദീനിൽ പ്രതിഫല നാളിൻ്റെ ദിവസത്തിൽ ആ ജഹീമിൽ കടന്നുകൊണ്ട് ആ ഫുജാറുകൾ കത്തിയെരിയും. വമാഹും അൻഹാ ബിഗായിബീൻ, അവർക്ക് അതിൽ നിന്ന് യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല. തീർച്ചയായും ആ നരകം അവരെ കത്തി എരിയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന്, ശിക്ഷാമുറകളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് വിശുദ്ധ റമളാനിന്റെ ഓരോ ദിവസവും എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് എഴുത്തുക ചെല്ലുമ്പോൾ, മോചിപ്പിക്കുമ്പോൾ ആ ഉതഖായിങ്ങളിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ മഗ്ഫിറത്ത് നേടിയവരായ നിലയിൽ ഈ വിശുദ്ധ റമളാനിനെ യാത്രയേക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. وما
അദ്റാക മാ യൗമുദ്ദീൻ. ദുർമാർഗികളായ ആളുകൾ ജ്വലിക്കുന്ന നരകത്തിലായിരിക്കുമെന്നും യസ്ലൗനഹ യൗമദ്ദീൻ, പ്രതിഫലത്തിന്റെ നാളിൽ, അന്ത്യനാളിൽ, അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ അവരതിൽ കടന്ന് എരിയുന്നതാണ്. യൗമുദ്ദീൻ, ആ യൗമുദ്ദീനിൽ അവർ ആ നരകത്തിൽ കടന്ന് എരിയുന്നതാണ്. ഇനി ഏതാണ് ഈ യൗമുദ്ദീൻ, ഏതാണ് ഈ പ്രതിഫല നാളിന്റെ ദിവസം? അതാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, വമാ അദ്റാക മാ യൗമുദ്ദീൻ. ആ യൗമുൽ ഖിയാമയുടെ ഗൗരവത്തിലേക്ക്, അതിന്റെ ഭയാനകതയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹു തആല പറയുകയാണ്, നമ്മുടെയൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്, വമാ അദ്റാക, എന്താണെന്ന് നിനക്കറിയുമോ നബിയേ, മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? എന്താണ് യൗമുദ്ദീൻ എന്ന് നിനക്കറിയുമോ? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, സുമ്മ വീണ്ടും, പിന്നെയും, മാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്ക് അറിയുമോ നബിയേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ദിവസത്തിന്റെ ഭയാനകതയിലേക്ക്, അതിന്റെ ഭയാനകരമായ ആ ഒരു അവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് അല്ലാഹു തആല. വമാ അദ്റാക മാ യൗമുദ്ദീൻ, സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, ഫീ ഹാദാ തഹ്വീലുൻ ലിദാലികൽ യൗമിശ് ശദീദി അല്ലദീ യുഹയ്യിറുൽ അദ്ഹാൻ. ബുദ്ധികൾ പരിഭ്രമിച്ചു പോകുന്ന, ബുദ്ധികൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു പോകുന്ന, ഏറ്റവും കഠോരമായ ഒരു ദിവസത്തിന്റെ ഭീകരാവസ്ഥ ഈ ചോദ്യത്തിൽ വളരെ വ്യക്തമാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഈ ചോദ്യത്തിലൂടെ തന്നെ എന്താണ് ആ ദിവസത്തിന്റെ ഭയാനകത, എത്രമാത്രം ഭീകരമായിരിക്കും ആ ദിവസം എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അല്ലാഹു തആല ആ യൗമുദ്ദീൻ എന്ന് പറയുന്ന ദിവസത്തിന്റെ ഗൗരവം വിളിച്ചറിയിച്ചുകൊണ്ട്, ആ ദിവസത്തിന്റെ ഭയാനകത എത്രമാത്രം ഉണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. യൗമ ആ ദിവസം ലാ തംലികു നഫ്സുൻ, ഒരാളും ഉടമപ്പെടുത്തുകയില്ല, ഒരാളും അധീനപ്പെടുത്താത്ത ദിവസമാണ്. ലിനഫ്സിൻ, ഒരാൾക്ക് വേണ്ടിയും, ഷൈഅൻ, ഒരു കാര്യവും അധീനപ്പെടുത്താത്ത ദിവസമാണ്. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും അധീനപ്പെടുത്താനാവാത്ത ഒരു ദിവസം. ഒരാളും സഹായിക്കാനുണ്ടാവില്ല. എനിക്ക് ഞാനേ ഉണ്ടാകൂ, നമ്മൾ ഓരോരുത്തരെ ഉണ്ടാവുകയുള്ളൂ. ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. നമ്മുടെ വേദനയിൽ ഒരാളും നമ്മെ തിരിഞ്ഞു നോക്കുകയില്ല. ഒരാളും നമുക്ക് റെക്കമെൻഡുമായി വരികയില്ല. എല്ലാവരും ഓടിമറയുന്ന ദിവസമാണ്. മാതാപിതാക്കൾ ഓടിമറയും, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഓടിമറയും, നമ്മുടെ ഇണകൾ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. എല്ലാവരും ഓടിമറഞ്ഞു സ്വന്തത്തിന് വേണ്ടി യാചിക്കുന്ന ദിവസമാണത്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. ആ യൗമുദ്ദീൻ എന്ന് പറയുന്ന പ്രതിഫല നടപടിയുടെ ആ ദിവസം ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും അധീനപ്പെടുത്താനാവാത്ത ദിവസമാണ്. ഒരാളുടെ കർമ്മവും നമുക്ക് ആരും മോഹരി വെച്ച് തരില്ല. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഏതെങ്കിലും അവരുടെ ഒരു സുബ്ഹാനല്ലാഹയുടെ കൂലി പോലും നമുക്ക് തരില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ദുനിയാവിൽ ജീവിക്കുന്നത്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇണകളോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോ ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം, ഇതാ ബാപ്പാ ഈ 2 റക്അത്തിന്റെ കൂലി നിങ്ങൾ എടുത്തോ, ഉമ്മ ഈ സ്വതക്കയുടെ കൂലി നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു നാളെ ആ യൗമുദ്ദീനിൽ ഒരാളും നമുക്ക് ഒന്നും തരികയില്ല. ഒരാളും നമ്മെ തിരിഞ്ഞു നോക്കുകയില്ല. നമ്മൾ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ യൗമുദ്ദീനിൽ ഉണ്ടാവുകയുള്ളൂ. ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും അധീനപ്പെടുത്തുകയില്ല. ഒരു സഹായത്തിനും ഒരാളും വരികയില്ല. എല്ലാവരും നമ്മെ വിട്ടുകൊണ്ട് ഓടിപ്പോകുന്ന ദിവസമാണ്.
വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. വൽ അംറു, അന്ന് കൈകാര്യകർത്തൃത്വം ഉണ്ടാവുക, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലില്ലാഹ്, അള്ളാഹുവിനായിരിക്കും അന്നത്തെ ദിവസം കൈകാര്യകർത്തൃത്വം ഉണ്ടാവുക. എല്ലാം തീരുമാനിക്കുക അള്ളാഹുവാണ്, എല്ലാത്തിന്റെയും അധിപൻ അള്ളാഹുവാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ എല്ലാം നിയന്ത്രിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനായിരിക്കും അന്ന് കൈകാര്യകർത്തൃത്വം ഉണ്ടാവുക. അവനായിരിക്കും എല്ലാത്തിന്റെയും അവകാശം, അവനായിരിക്കും എല്ലാത്തിന്റെയും തീരുമാനമെടുക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കുമാറാവട്ടെ. അങ്ങനത്തെ ആ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യൗമുദ്ദീനിൽ ഒരിക്കലും ഫുജ്ജാറുകളുടെ ലിസ്റ്റിൽ നമ്മൾ പെടരുത്. ഫുജ്ജാറുകൾ, തെമ്മാടികളാകുന്ന ആളുകൾ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കാത്തവർ, അടിമകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്തവർ, ചീത്തയായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരൊക്കെയാണ് ഫുജ്ജാറുകൾ. ആ ഫുജ്ജാറുകൾ നരകത്തിലായിരിക്കും. നരകത്തിലിട്ടുകൊണ്ട് അവരെ കത്തിയരിക്കപ്പെടും ആ യൗമുദ്ദീനിൽ. അല്ലാഹുവേ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനേ. അള്ളാഹുവിനോട് നിരന്തരമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന റമളാനിലൂടെ, അതിന്റെ ദിനരാത്രങ്ങളിലൂടെ, രാപ്പകലുകളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. നരകമെന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. നരകത്തിന്റെ അതിന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല, അതിന്റെ കാറ്റ് നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും എത്രയോ അപ്പുറമാണ് നരകവും നരകത്തിന്റെ ശിക്ഷാമുറകളും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആ നരകത്തെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന അതിന്റെ ശിക്ഷാമുറകൾ കണ്ണിൽ കണ്ടുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട്, വേദനയോടെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, ജഹന്നമിന്റെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആരും ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയാത്ത, അള്ളാഹു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ആ യൗമുദ്ദീനിൽ പ്രിയപ്പെട്ടവരെ, ഫുജ്ജാറുകളുടെ ലിസ്റ്റിൽ പെടരുത്. നേരെ മറിച്ച് നമ്മൾ ഉണ്ടാകേണ്ടത് ഇന്നൽ അബ്റാറ ലഫീ നഈം, അബ്റാറുകളുടെ ലിസ്റ്റിലായിരിക്കണം. അബ്റാറുകൾ സുഹൃതവാന്മാരുടെ ലിസ്റ്റിലായിരിക്കണം. എങ്കിൽ അവിടെ നാം അനുഗ്രഹത്തിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ മുഴുവനും നിർവഹിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ പൂർണ്ണമായും സ്വീകരിക്കുന്നവരാവുക. അതേ പ്രകാരം ഭൗതികമായ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരുപാട് ആളുകളോട്, വ്യക്തികളോട് ബന്ധങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. അതെല്ലാം നിർവഹിക്കുന്നവരാവുക. ഒരാളെയും കബളിപ്പിക്കരുത്, ഒരാളെയും പീഡിപ്പിക്കരുത്, ഒരാൾക്ക് നേരെയും അപവാദങ്ങൾ ചൊരിയരുത്, ഒരാൾക്ക് നേരെയും ഇല്ലാ വചനങ്ങൾ പ്രചരിപ്പിക്കരുത്, ഒരാളെയും മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ പീഡിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, ഒരാളെയും വഷളാക്കരുത്, ഒരാളുടെയും അഭിമാനത്തെ പിച്ചു ചീന്തുന്ന വർത്തമാനം നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. എല്ലാവരോടുമുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കുന്നവരാകണം. എന്നാലേ നാം അബ്റാറുകളിൽ പെടുകയുള്ളൂ. അതോടുകൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിരവധി അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾക്ക് റബ്ബിനോട് ബാധ്യതകളുണ്ട്. അത് അള്ളാഹു കൽപ്പിച്ച മാർഗത്തിൽ ഉപയോഗപ്പെടുത്തലാണ്. നമ്മുടെ കാലുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലേക്കും നടന്നു പോകരുത്. നമ്മുടെ കയ്യുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യരുത്, ഒന്നും കൊടുക്കരുത്, ഒന്നും വാങ്ങരുത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ചെവി, അത് നല്ലത് കേൾക്കാനാണ്. നല്ലത് മാത്രം കേൾക്കുന്ന ചെവികളാകണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹനീയമായ നിഅമത്താകുന്ന കണ്ണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കാണാനാണ് റബ്ബ് നൽകിയത്. അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രം കാണുന്ന കണ്ണായി മാറണം. നമ്മുടെ നാവ് നല്ലത് പറയാനാണ്, ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ പാരായണം ചെയ്യാൻ, അതേ പ്രകാരം സ്വലാത്തുകളും ദിക്റുകളും തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കാനാണ്, നല്ല വർത്തമാനങ്ങൾ പറയാനാണ്, വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാനാണ്. അങ്ങനെ നല്ലത് മാത്രം പറയുന്ന നാവാക്കി മാറ്റണം. അതിനാണ് അള്ളാഹു നമുക്ക് നാവ് നൽകിയത്. നാവ് കൊണ്ട് നല്ലത് മാത്രമേ പറയാവൂ. അള്ളാഹു നൽകിയിട്ടുള്ള ഏതൊക്കെ അവയവങ്ങളുണ്ടോ ആ അവയവങ്ങൾ മുഴുവനും നല്ല കാര്യത്തിന് വേണ്ടി, പുണ്യകരമായ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ആ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ മുഴുവൻ അവയവങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മകളിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അബ്റാറുകളാവുക. ആ അബ്റാറുകളായി തീർന്നാൽ
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കും, അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും ഞാനും നിങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് യൗമുദ്ദീൻ സത്യമാണ്, അന്ത്യനാള് സത്യമാണ്. ആ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ആ അന്ത്യനാളിൽ ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാവുകയില്ല. ഒരാളെയും ഒന്നിനും അധീനപ്പെടുത്താത്ത എല്ലാ കാര്യങ്ങളും റബ്ബ് തആല മാത്രം തീരുമാനിക്കുന്ന ആ ദിവസത്തിൽ അബ്റാറുകളുടെ ലിസ്റ്റിൽപ്പെട്ട് നഈമിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. ഫുജാറുകളിൽ ഉൾപ്പെടരുത്, ജഹീമിൽ കത്തിയെരിയുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ഇൻഫിത്വാറിൽ ആകെ 19 ആയത്തുകളാണുള്ളത്. അൽഹംദുലില്ലാഹ് അതെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഒന്നുകൂടി പറയുകയാണ് വിശദീകരണങ്ങളില്ലാതെ. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ, സമുദ്രങ്ങൾ പൊട്ടിയൊഴുകുമ്പോൾ, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ, അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, ഓരോ ശരീരവും ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും പിന്നോട്ട് മാറ്റിവെച്ചതും എന്താണെന്ന് കൃത്യമായി അറിയുന്നതാണ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം, ഏ മനുഷ്യ, ഉദാരനായ കരീമായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് മനുഷ്യ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനത്രേ അല്ലാഹു. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, താൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവൻ അല്ലാഹുവാണ്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, അല്ല, പക്ഷേ പ്രതിഫല നടപടിയെ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു. വഇന്ന അലൈക്കും ലഹാഫിളീൻ, വഇന്ന അലൈക്കും, തീർച്ചയായും നിങ്ങളുടെ മേലിലുണ്ട്, ലഹാഫിളീന, ചില മേൽനോട്ടക്കാരുണ്ട്, കിറാമൻ കാതിബീൻ, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ, യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. ഇന്നൽ അബ്റാറ ലഫീ നഈം, നിശ്ചയമായും സുഹൃതവാന്മാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തീർച്ചയായും ദുർമാർഗികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും. യസ്ലൗനഹാ യൗമദ്ദീൻ, പ്രതിഫലത്തിന്റെ നാളിൽ അവർ ആ ജഹീമിൽ കടന്ന് എരിയുന്നതാണ്. വമാഹും അൻഹാ ബിഗായിബീൻ, അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല. വമാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും അധീനപ്പെടുത്താനാവാത്ത ഒരു ദിവസം. അന്നേ ദിവസം കൈകാര്യകർത്തൃത്വം അള്ളാഹുവിന് മാത്രമായിരിക്കും. ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയാത്ത ദിവസമാണ്. യൗമ ലാ യസ്തതിഉ അഹദുൻ അൻ യൻഫഅ അഹദാ, ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത ദിവസം. വൽ അംറു കുല്ലുഹു ഫീ ദാലികൽ യൗമി ലില്ലാഹി വഹദാ, എല്ലാ കാര്യങ്ങളുടെയും അധികാരം അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും. യതസ്വറഫു ബിമാ യശാഉ ലാ ലിഅഹദിൻ ഗൈരിഹി, അള്ളാഹുവിന് പുറമെ ഒരാൾക്കും അന്ന് അധികാരമുണ്ടായിരിക്കുകയില്ല.
ഏതെങ്കിലും അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ബീവിമാർക്കോ ഇമാമുമാർക്കോ ആ യൗമുദ്ദീനിൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു ആ റബ്ബിന്റെ ഉദ്ദേശം പോലെ അന്ന് കാര്യങ്ങൾ നടപ്പിൽ വരുത്തും. ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും അധീനപ്പെടുത്താൻ കഴിയാത്ത ദിവസം, ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നാലും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് താല്പര്യപ്പെടാത്ത ദിവസമാണ്. അവരെ രക്ഷപ്പെടണം എന്ന് യാതൊരു ആഗ്രഹം ഉണ്ടാവുകയില്ല. കാരണം സ്വന്തത്തെക്കുറിച്ച് തന്നെ ആലോചിക്കാൻ ധാരാളമുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ നിരതരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്കിടയിൽ കൃത്യമായ തീർപ്പ് കൽപ്പിക്കും. അക്രമികളിൽ നിന്ന് ആക്രമിക്കപ്പെട്ടവൻ തന്റെ അവകാശങ്ങൾ കൃത്യമായി എടുക്കുകയും ചെയ്യും. മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാവുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും സർവാധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് ഉണ്ടാവുക. ദുനിയാവിൽ വെച്ച് മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ പരലോകത്ത് വെച്ച് നേർക്കുനേരെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെയും അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്കാരും ഉണ്ടാവില്ല നാളെ പരലോകത്ത് എന്ന ബോധ്യമുണ്ടാവണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്തെല്ലാം റഹ്മാനായ റബ്ബിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നരകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാവിധ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. രോഗികൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിൽ ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ, ഇതിന്റെ പഠിതാക്കളുണ്ടോ, ഇതിനെ സഹായിക്കുന്നവരുണ്ടോ, ഇതിനെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഇതിന് പിന്തുണ നൽകുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ യഥാർത്ഥ സ്വാഇമീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ നമസ്കാരങ്ങളും സുജൂദുകളും റുകൂഉകളും ഖുർആൻ പാരായണവും ഞങ്ങളുടെ ദാനധർമ്മങ്ങളുമെല്ലാം അല്ലാഹുവേ ഒരു അല്പം പോലും നഷ്ടപ്പെടാത്ത വിധം പൂർണ്ണമായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കർമ്മരേഖയിൽ നീ രേഖപ്പെടുത്തണം റഹ്മാനെ. അത് മുഖേന അബ്റാറുകളുടെ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അനുഗ്രഹം ലഭ്യമാകുന്ന സ്വർഗം വുജൂബാക്കപ്പെടുന്ന ആളുകളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സനാബിൽ എന്നും കഴിഞ്ഞ റമളാനിലൊക്കെ ഞങ്ങളുടെ സനാബിലിനെ നെഞ്ചേറ്റിയ അബൂബക്കർ ഹാജിയെ പോലെയുള്ള പല ആളുകളും ഖബറിലാണ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഖബറിലാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വെളിച്ചമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ സ്വർഗീയ ഭവനത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ വസലാതനാ വസائر അഅമാലിനാ തമ്മ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. വിശുദ്ധ റമളാനിൽ എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മക്ക് വേണ്ടി, അതേ പ്രകാരം രോഗിയായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം സനാബിലിൻ്റെ മുഴുവൻ അഡ്മിന്മാർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും സനാബിലിൻ്റെ മുഴുവൻ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും പരസ്പരം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.